ഒരു സ്വപ്നമായി, ഒരു പ്രതീക്ഷയായി, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ ഒരു പുതിയ ജീവിതം തേടി ഒരുപാട് മലയാളികളാണ് ഇന്ന് ഇറ്റലിയിലേക്ക് എത്തുന്നത്. കണ്ണുകളിൽ വലിയ സ്വപ്നങ്ങൾ, മനസ്സിൽ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ. പക്ഷെ ഒരു പുതിയ രാജ്യത്തെത്തുമ്പോൾ ജീവിതം നമ്മൾ കരുതുന്നത് പോലെ അത്രയൊന്നും എളുപ്പമാകണമെന്നില്ല. പുതിയ ഭാഷ, പുതിയ സംസ്കാരം, പുതിയ ആളുകൾ, പുതിയ സാഹചര്യങ്ങൾ, ഇവയെല്ലാം ഒരു പ്രവാസിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. ഇതിനിടയിൽ പല മലയാളികളുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ആയിട്ട് ഒരു ചോദ്യം വരാറുണ്ട്. ഇറ്റാലിയൻസ് നമ്മളോട് ശരിക്കും അകലം തോന്നാറുണ്ടോ? നമ്മളവരുമായി വ്യത്യസ്തരായി കാണാറുണ്ടോ? അതോ ഭാഷയും സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തെറ്റിദ്ധാരണ മാത്രമാണോ ഇത്? ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇതാരെയും കുറ്റപ്പെടുത്താനുള്ള ഒരു വീഡിയോ ഒന്നുമല്ല, ഒപ്പം ഈ ഒരു രാജ്യത്തിനെ വിലയിരുത്താനുള്ള ശ്രമവുമല്ല. മറിച്ച് ഇറ്റലിയിൽ ജീവിക്കുന്ന മലയാളികളുടെ അനുഭവങ്ങൾ, ഭാഷയുടെ പ്രാധാന്യം, സംസ്കാര വ്യത്യാസങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു തുറന്നു പറച്ചിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ. കാരണം ഒരു നല്ല ബന്ധം ഉണ്ടാകുന്നത് ഒരാൾ മാറുമ്പോൾ മാത്രമല്ല, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കൂടിയല്ലേ. നമ്മൾ പലപ്പോഴും ചോദിക്കും, അവർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടോ? പക്ഷെ ഒരിക്കൽ നമ്മൾ ചോദിക്കണം, നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന്. ഈ ഒരു ചിന്തയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ തന്നെ അടിസ്ഥാനം. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇറ്റലിയിലെ ജീവിതം, പ്രവാസി അനുഭവം, ഉപകാരപ്രദമായിട്ടുള്ള ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇറ്റലിയിലെ മലയാളികളുടെ യഥാർത്ഥ ജീവിതവും നമ്മൾ അറിയേണ്ട കുറച്ച് സത്യങ്ങളുമുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ള ഒരുപാട് മലയാളികളുടെ മനസ്സിൽ വന്നിരുന്ന ചോദ്യമാണ്, ഇറ്റാലിയൻസിന് മലയാളികളെ പൊതുവെ ഇഷ്ടമല്ലേ എന്നുള്ളത്. ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ പല അനുഭവങ്ങളായിരിക്കും ഓടിയെത്തുന്നത്. അപ്പോൾ ചിലർക്ക് നല്ല അനുഭവങ്ങളുണ്ടാവാം, ഇറ്റാലിയൻസ് ആയിട്ടുള്ള അയൽക്കാരുടെ സ്നേഹം അനുഭവിച്ചവരുണ്ടാവാം, ജോലി സ്ഥലത്ത് നല്ല ബന്ധങ്ങൾ ഉണ്ടായവരുണ്ടാവാം. പക്ഷെ ചിലർക്ക് മറിച്ചുള്ള അനുഭവങ്ങളും ഉണ്ടാവും. സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവഗണിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഭാഷ അറിയത്തില്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടവരുണ്ടാവാം. അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണ് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിൽ പ്രശ്നം എവിടെയാണ്? അത് ആളുകളുടെ മനോഭാവത്തിലാണോ? ഭാഷയിലാണോ? സംസ്കാര വ്യത്യാസത്തിലാണോ? അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ രീതിയിലാണോ? ഇനി ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു മലയാളി ആദ്യമായിട്ട് ഇറ്റലിയിലെത്തുന്നു. നാട്ടിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് വരുന്നത്. നല്ല ജോലി, നല്ല ജീവിതം, കുടുംബത്തിന് നല്ല ഭാവി. പക്ഷെ പുതിയ സ്ഥലത്ത് എത്തിയപ്പോൾ എല്ലാം വ്യത്യസ്തമായി തോന്നും. നമുക്ക് പരിചയമില്ലാത്ത ഭാഷ, നമുക്ക് പരിചയമുള്ള ജീവിത രീതിയല്ല, നമുക്ക് പരിചയമുള്ള ആളുകളല്ല. ആദ്യ ദിവസങ്ങളിൽ പലർക്കും ഈ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടാം. എന്നെ ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എനിക്കിങ്ങനെ ഇവിടെ ഒത്തുചേരാൻ കഴിയും എന്നൊക്കെയുള്ള ചിന്തകൾ എല്ലാവർക്കും വരാം. ഇത് വിദേശത്ത് പോകുന്ന പലർക്കും ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക അനുഭവം മാത്രമാണ്. ഇവിടെ ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങളൊരു കടയിൽ കയറി ഒരു മലയാളി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. കടയിലുള്ള വ്യക്തിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് കൂട്ടുക. അയാൾ ഇറ്റാലിയൻ ഭാഷയിൽ മാത്രമായിരിക്കും മറുപടി പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കാം? അയാൾ നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷെ യാഥാർത്ഥ്യം എന്തായിരിക്കാം? അയാൾക്ക് നമ്മൾ പറഞ്ഞ ഭാഷ മനസ്സിലായി കാണില്ല, നമുക്ക് അയാളുടെ ഭാഷയും അറിയില്ല. അവിടെ പ്രശ്നം വെറുപ്പല്ല, ആശയവിനിമയത്തിൻ്റെ കുറവായിരിക്കാം. അതേസമയം ചിലർക്ക് യഥാർത്ഥത്തിൽ മോശാനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. എന്ന് കരുതി അവരെ അവഗണിക്കാനും പാടില്ല. ഏത് സമൂഹത്തിലും മുൻവിധികളുണ്ടാകും. അത് തിരിച്ചറിയാനും ശരിയായ രീതിയിൽ നേരിടുകയുമാണ് വേണ്ടത്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നമ്മളുടെ അനുഭവങ്ങൾ മാത്രം ലോകത്തിൻ്റെ മുഴുവൻ സത്യമാണെന്നൊന്നുമില്ല. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കാനും ഒരു മനസ്സുണ്ടാവണം. ഇനി എൻ്റെ അടുത്ത് ചാനലിലൂടെയും DM ആയിട്ടൊക്കെ പലരും ചോദിച്ചിരുന്നൊരു കാര്യമാണ്, ഇറ്റലിയിലേക്ക് എത്തുമ്പോൾ ഇറ്റാലിയൻ ഭാഷ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണെന്ന്. അപ്പം ആ കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. ശരിക്കും ഒരു മനുഷ്യന് ഒരു രാജ്യത്തെത്തുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? പലർക്കും അത് പണമൊന്നും ആയിരിക്കണമെന്നില്ല, അതുപോലെ ജോലിയുമല്ല. ഇനി അതേസമയം അത് ഭാഷയാണെന്ന് പറഞ്ഞാൽ ശരിയല്ലേ?
കാരണം ഭാഷ എന്ന് പറയുന്നത് നമ്മളൊരു വെറും വാക്കുകൾ കൊണ്ട് പറയുന്ന ഒരു ഉപകരണമൊന്നുമല്ല. ഒരു സമൂഹത്തിൻ്റെ മനസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശരിക്കും ഒരു വാതിൽ തന്നെയാണ്. ഒരു വ്യക്തിയുടെ ചിന്തകൾ, വികാരങ്ങൾ, സംസ്കാരം ഇവയൊക്കെ അറിയാൻ കഴിയുന്നത് ഈ ഭാഷയിലൂടെയാണ്. ഇറ്റലിയിൽ ജീവിക്കുന്ന ഒരു മലയാളിയുടെ ജീവിതത്തിൽ ഇറ്റാലിയൻ ഭാഷയ്ക്ക് ശരിക്കും വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം ഇറ്റാലിയൻ ഭാഷ അറിയുമ്പോൾ നമുക്ക് ആളുകളുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയും. ഒരു ചെറിയ ബൊഞ്ചോർനോ പറയുന്നതിൽ പോലും പലപ്പോഴും ഒരു നല്ല തുടക്കമുണ്ടാവും. ഒരു കടയിൽ പോകുമ്പോൾ, ഒരു നല്ല അയൽക്കാരനെ കാണുമ്പോൾ, ഒരു ഓഫീസിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ കുറച്ച് വാക്കുകൾ പറയാൻ ശ്രമിക്കുന്നത് പോലും ഒരു ബഹുമാനമായി തന്നെ അവർ കാണും. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് നോക്കാം. ഒരു മലയാളി ഇറ്റലിയിൽ എത്തുന്നു. അയാൾക്ക് ഇറ്റാലിയൻ ഭാഷ അറിയില്ല. അവിടെയുള്ള വ്യക്തി ഇംഗ്ലീഷ് അറിയുമില്ല. രണ്ടുപേരും സംസാരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ആശയവിനിമയം ശരിയായി നടക്കുന്നില്ല. അവിടെ നിന്ന് ഒരു ചെറിയ പ്രശ്നമുണ്ടാവാം. അവർ നമ്മളോട് സഹകരിക്കുന്നില്ല, അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ തോന്നലുകൾ വന്നേക്കാം. പക്ഷേ യഥാർത്ഥ പ്രശ്നം പലപ്പോഴും ഭാഷയുടെ കുറവായിരിക്കും. ഭാഷ അറിയത്തില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ആദ്യം ജോലി സ്ഥലത്ത്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ഭാഷയാണ് സഹായിക്കുക. രണ്ടാമത് സർക്കാർ ഓഫീസുകളിൽ രേഖകൾ, നിയമങ്ങൾ, നടപടിക്രമങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ഭാഷ അത്യാവശ്യമാണ്. പിന്നെയുള്ളത് ആരോഗ്യ മേഖലയിലാണ്. ഡോക്ടറോട് നമ്മുടെ പ്രശ്നങ്ങൾ വ്യക്തമായി പറയാനും അവരുടെ നിർദ്ദേശങ്ങളെല്ലാം മനസ്സിലാക്കാനും ഭാഷ സഹായിക്കും. നാലാമതായിട്ട് സാമൂഹ്യമായി ബന്ധപ്പെടുക. അയൽക്കാരുമായി സംസാരിക്കാൻ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ഭാഷ വലിയൊരു പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ഇവിടെ പലരും പറയുന്നത് കേൾക്കാം, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, ഭാഷയൊക്കെ എന്തിനാണ്? ഇതൊരു പരിധിവരെ ശരിയാണ്. പക്ഷെ ജോലി ചെയ്യുന്നതും ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകുന്നതും രണ്ടും വ്യത്യസ്ത കാര്യങ്ങൾ തന്നെയാണ്. ഒരു രാജ്യം നമ്മുടേതായി തോന്നണമെങ്കിൽ അവിടെയുള്ള ആളുകളുമായിട്ട് ഒരു നല്ല ബന്ധം തന്നെ ഉണ്ടായിരിക്കണം. ആ ബന്ധത്തിൻ്റെ ആദ്യപടി തന്നെയാണ് ഭാഷ. ഇവിടുത്തെ ഇറ്റാലിയൻ ഭാഷ പഠിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പുതിയ വാക്കുകൾ, പുതിയ വ്യാകരണങ്ങൾ, പുതിയ ഉച്ചാരണം. ആദ്യകാലത്ത് പലർക്കും ബുദ്ധിമുട്ടായി തന്നെ തോന്നാം. പക്ഷെ ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ അത് സാധ്യമാക്കാം. ദിവസവും കുറച്ച് വാക്കുകൾ പഠിക്കുക. ഇറ്റാലിയൻ സംസാരിക്കുന്നവരോട് കൂടുതലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ വരുമെന്നുള്ള പേടി ഇല്ലാതാക്കുക. കാരണം ഭാഷ പഠിക്കുന്ന ഒരാൾക്ക് തെറ്റുകൾ പലരും മനസ്സിലാക്കും. പക്ഷെ ശ്രമിക്കാത്തതാണ് പലപ്പോഴും വലിയ അകലങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചാനലിൽ തന്നെ ഇറ്റാലിയൻ ഇൻഫർമേഷൻ്റെ ഒപ്പം തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജ് ക്ലാസ്സുകൾ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ ഇതുവരെ കേൾക്കാത്തവരും അറിയാത്തവരും ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് ഞങ്ങളുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിലും കൂടി ജോയിൻ ചെയ്യുക. ഇനി ഇത്രമേൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇറ്റാലിയൻ സംസ്കാരം മനസ്സിലാക്കാതെ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ. ഒരു രാജ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ഭാഷ മാത്രം പോരാ, അവിടുത്തെ ആളുകളുടെ ജീവിത രീതിയും അവരുടെ ചിന്തകളും മനസ്സിലാക്കണം. കാരണം ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തിന് പിന്നിൽ പലപ്പോഴും അവരുടെ സംസ്കാരത്തിൻ്റെ സ്വാധീനവും കൂടി ഉണ്ടാവാം. ഇപ്പം നമ്മൾ കേരളത്തിൽ വളർന്ന ഒരാളായി ചില കാര്യങ്ങളെ സാധാരണയായി കാണും. അതുപോലെ ഇറ്റലിയിൽ വളർന്ന ഒരാൾക്ക് ചില കാര്യങ്ങൾ സാധാരണമായിരിക്കും. പക്ഷേ ഈ രണ്ട് രീതികളും തമ്മിൽ വ്യത്യസ്തതയുണ്ടാകാം. പലപ്പോഴും തെറ്റിദ്ധാരണകളും ഉണ്ടാകും. അതിലൊന്നാമതായിട്ട് സംസാരിക്കുന്ന രീതി. കേരളത്തിൽ നമ്മൾ പലപ്പോഴും ഒരാളെ കാണുമ്പോൾ കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. വീട് എവിടെയാണ്, കുടുംബം എവിടെയാണ്, എത്ര കുട്ടികളുണ്ട്, ഇത്തരം ചോദ്യങ്ങളാണ് സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നത്. പക്ഷെ ചില സംസ്കാരങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സ്വകാര്യത നൽകുന്ന രീതിയുണ്ട്. അവർക്ക് പല ചോദ്യങ്ങളും പെട്ടെന്ന് ചോദിക്കുന്നത് അല്പം വ്യത്യസ്തമായി തന്നെ തോന്നും. ഇത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവരുടെ ആശയവിനിമയ രീതിയിലുള്ള വ്യത്യാസമാണ്. രണ്ടാമതായിട്ട് സമയത്തെ കാണുന്ന രീതി. ഓരോ രാജ്യത്തിനും സമയത്തെക്കുറിച്ച് വ്യത്യസ്തമായ സമീപനങ്ങളാണുള്ളത്. ജോലി സ്ഥലത്ത് പഞ്ച്വാലിറ്റി വളരെ പ്രധാനമാണ്. ഒരു ചെറിയ താമസം പോലും ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ ബാധിക്കാം. വിദേശത്ത് ജീവിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ വ്യക്തിത്വത്തെ മറ്റുള്ളവർ വിലയിരുത്തുന്നതിന് കാരണമാകും. മൂന്നാമതായിട്ട് ജോലി സംസ്കാരം.
കേരളത്തിലെ ചില ജോലിസ്ഥലങ്ങളിൽ ഉള്ള രീതിയും ഇറ്റലിയിലെ ചില ജോലിസ്ഥലങ്ങളിലെ രീതിയും വ്യത്യസ്തമായിരിക്കും. അവരോട് എങ്ങനെ സംസാരിക്കണം, എപ്പോൾ അഭിപ്രായം പറയണം, ജോലികളുടെ ഉത്തരവാദിത്തം എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതെല്ലാം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഒരു പുതിയ രാജ്യത്ത് വിജയിക്കണമെങ്കിൽ അവിടുത്തെ രീതികൾ പഠിക്കാനുള്ള മനസ്സുകൂടി ഉണ്ടാവണം. ഇനിയുള്ളത് കുടുംബവും സാമൂഹ്യ ബന്ധങ്ങളും. ഇറ്റലിയിൽ ശരിക്കും കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക, ബന്ധങ്ങൾ നിലനിർത്തുക എന്നിവയെല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുപോലെ കേരളത്തിലും കുടുംബത്തിന് വലിയ സ്ഥാനമുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സാമ്യം കൂടിയാണ്, പക്ഷെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ വ്യത്യസ്തമായിരിക്കാം. ഇനി മറ്റൊരു കാര്യം, പലപ്പോഴും വിദേശത്തെത്തിയ ചിലർ ചിന്തിക്കും നമ്മുടെ രീതികളാണ് ശരി, അതേസമയം മറ്റുള്ളവരും ചിന്തിക്കും അവരുടെ രീതി മാത്രമാണ് ശരി. രണ്ടും ശരിയായ സമീപനമല്ല. ഒരു പുതിയ സ്ഥലത്ത് ജീവിക്കുമ്പോൾ താരതമ്യം ചെയ്യലല്ല, മനസ്സിലാക്കേണ്ടതാണ് വേണ്ടത്. ഇനി അതൊന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ, സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടാതെ പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക, നമ്മുടെ നല്ല മൂല്യങ്ങൾ എന്നും നിലനിർത്തുക, അതോടൊപ്പം പുതിയ കാര്യങ്ങളും കൂടി അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ഇറ്റലിയിലെ മലയാളികൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കിയാലോ. ഒരു പുതിയ രാജ്യത്തേക്ക് പോകുമ്പോൾ പലരും കാണുന്ന പോലെ ഈ പറയുന്ന പോലെ നല്ലൊരു ജോലി, കുടുംബത്തിന് നല്ലൊരു ഭാവി, സാമ്പത്തിക സുരക്ഷ, പുതിയൊരു ജീവിതം. പക്ഷേ ഒരു പ്രവാസി ജീവിതത്തിൻ്റെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് പലപ്പോഴും വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ്. കാരണം ഒരു രാജ്യം മാറുമ്പോൾ പല കാര്യങ്ങളുമാണ് മാറുന്നത്. നമ്മുടെ ചുറ്റുപാട്, ഭാഷ, ബന്ധങ്ങൾ, ചിന്താഗതികൾ എല്ലാം പുതിയൊരു രീതിയിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അതായത് മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മളും മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ച് ഒരാത്മപരിശോധന. കേരളത്തിൽ നമ്മൾ തന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു അത് മനസ്സിലാക്കേണ്ട സമയം തന്നെയാണിത്. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ട സമയം. ഇതുവരെ ഞാൻ പറഞ്ഞത് ഇറ്റലിയിലെ മലയാളികൾക്കുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ്. ഇറ്റാലിയൻ സമൂഹം നമ്മളെ എങ്ങനെ കാണുന്നു, ഭാഷയും സംസ്കാരവും നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, പ്രവാസ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും വിദേശത്ത് ജോലി നേടി പോകുമ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഭാഷയെ ബഹുമാനിക്കണം, നമ്മുടെ സംസ്കാരത്തെ മനസ്സിലാക്കണം, നമ്മളെ ഒരു വ്യക്തിയായി തന്നെ കാണണം. ഇത് തീർച്ചയായും ഒരു ശരാശരി പ്രതീക്ഷ മാത്രമാണ്. എല്ലാ മനുഷ്യരും ബഹുമാനം അർഹിക്കുന്നുമുണ്ട്. പക്ഷേ അതേസമയം നമ്മളും മറ്റുള്ളവരോട് അതേ ബഹുമാനം തന്നെ പുലർത്തുന്ന കാര്യവും കൂടി ചിന്തിക്കണം. ഇനി സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കേരളത്തിലേക്ക് തന്നെ ജോലി തേടി പല സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നുണ്ട്. അവർ പല ഭാഷയിലാണ് സംസാരിക്കുന്നത്. അവരുടെ സംസ്കാരവും വ്യത്യസ്തമാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം വ്യത്യസ്തം തന്നെ. പക്ഷെ പലപ്പോഴും നമ്മൾ അവരെയെല്ലാം ഒരു പൊതു പേരിൽ തന്നെയല്ലേ വിളിക്കുക? അവരെയെല്ലാം കാണുന്നതും മറ്റൊരു വേർതിരിവിൽ തന്നെയല്ലേ? എല്ലാവരും ഒരുപോലെ തന്നെയാണ്. എല്ലാ യാഥാർത്ഥ്യങ്ങളും നമ്മൾ തിരിച്ചറിയേണ്ടതുമാണ്. സ്വന്തം നാടുണ്ട് എല്ലാവർക്കും, സ്വന്തം കഥയുമുണ്ട് എല്ലാവർക്കും. ഇവിടെ വിഷയം ആരെയെങ്കിലും കുറ്റപ്പെടുത്തുക എന്നതല്ല. കാരണം സമൂഹത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാതെ ചെയ്യുന്ന ശീലങ്ങളായി തന്നെ മാറിയിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നമ്മൾക്കൊരു പേര് ഉപയോഗിക്കുന്നത് ചെറിയ കാര്യമായി തോന്നാം, പക്ഷെ അത് കേൾക്കുന്ന വ്യക്തിക്ക് എങ്ങനെ തോന്നുന്നു എന്ന് അത് പ്രാധാന്യമാണ്. ശരിക്കും ബഹുമാനം എന്നത് വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, ചെറിയ കാര്യങ്ങളിലും പ്രകടമാകുന്നുണ്ട്. ലോകത്തിലെ പല സമൂഹങ്ങളിലും ഒരു പൊതുവായ പ്രശ്നമുണ്ട്, നമ്മളും അവരും എന്നൊരു വേർതിരിവ്. സ്വന്തം ആളുകളും പുറത്തുനിന്ന് വരുന്നവരും എന്ന ചിന്ത. ഇത് പലപ്പോഴും ഭയത്തിൽ നിന്ന്, പരിചയമില്ലായ്മയിൽ നിന്നോ ഒക്കെ ഉണ്ടാവുന്നതാവാം. പക്ഷെ മനുഷ്യബന്ധങ്ങൾ വളരുന്നത് ആ അകലം കുറയുമ്പോഴാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നമുക്ക് ബഹുമാനം വേണമെങ്കിൽ തിരിച്ച് നമ്മളത് കൊടുക്കുക, അത്രമാത്രം. ഇനി ഇറ്റലിയിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഒരു വിദേശ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, നമ്മൾ അവിടെ ഒരു വ്യക്തി മാത്രമല്ല, നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മൾ നമ്മുടെ നാടിനെയും നമ്മുടെ സംസ്കാരത്തെയും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇറ്റലിയിൽ ജീവിക്കുന്ന ഒരു മലയാളിയെ കാണുമ്പോൾ പലർക്കും ആദ്യം മനസ്സിലാകുന്നത് അയാളുടെ സ്വഭാവവും പെരുമാറ്റവും തന്നെയാണ്.
അപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഇല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ടത് ഭാഷ തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഭാഷയാണ് സമൂഹത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും വലിയ വഴി. ഇനിയുള്ളത് ഇവിടുത്തെ നിയമങ്ങളെ ബഹുമാനിക്കുക. ഇവിടുത്തെ താമസ നിയമങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ, ഗതാഗത നിയമങ്ങൾ, ഔദ്യോഗിക നടപടിക്രമങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് സമയത്തിന് വില നൽകുക. പിന്നെ ഉണ്ടായിരിക്കേണ്ടത് വൃത്തിയും അച്ചടക്കവും തന്നെയാണ്. പിന്നെ വേണ്ടത് സ്വന്തം കൂട്ടത്തിൽ മാത്രം ഒതുങ്ങാതിരിക്കുക. വിദേശത്തെത്തിയാൽ പലരും സ്വാഭാവികമായിട്ട് സ്വന്തം നാട്ടുകാരുടെ കൂടെ മാത്രമാണ് ചെലവഴിക്കുക. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ അവിടെയുള്ള സമൂഹവുമായിട്ട് ബന്ധങ്ങൾ പുലർത്താൻ ശ്രമിക്കുക. പിന്നെ ഒരു രാജ്യത്തിലെത്തിയാൽ അവരുമായിട്ടുള്ള പരാതികൾ മാത്രം പറയാതെ അവിടുന്ന് നല്ല കാര്യങ്ങളും കൂടി ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു തുടങ്ങാം. ഇല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമായിട്ട് ശ്രമിക്കുക. പിന്നെ വേണ്ടത് ഒരു നല്ല പേരുണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു മലയാളി നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അത് അയാളുടെ വ്യക്തിപരമായ വിജയം മാത്രമല്ല, അത് നാടിൻ്റെ കൂടിയാണ്. അതുപോലെ തന്നെ ഒരു മോശ പെരുമാറ്റം തെറ്റായ ധാരണകൾക്കും കാരണമാക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെ എൻ്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഗ്രാസിയെ അരുവിതർച്ചി.